കേരളത്തിൽ ഒരുപക്ഷെ ഭരണം മാറിയിരുന്നില്ല എങ്കിൽ, അതിൽ രമേശ് ചെന്നിത്തല തന്നെ ആഭ്യന്തര മന്ത്രി ആയിരുന്നില്ല എങ്കിൽ, അതും കഴിഞ്ഞ് തൂഫാൻ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരുന്നില്ല എങ്കിൽ കേരളം ലഹരി അടിമകളുടെ ശവപ്പറമ്പായി മാറുമായിരുന്നു. ലഹരി മലയുടെ ഒരറ്റം ഇപ്പോൾ കത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കൊച്ചി സിറ്റി പോലീസ് മാത്രം പിടിച്ചെടുത്ത 7.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണിന്ന് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. 587 കിലോ കഞ്ചാവും 2.5 കിലോളം വരുന്ന MDMA അടക്കമുള്ള ലഹരി മരുന്നുകളാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ കത്തിയമർന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയ ലഹരി വസ്തുക്കളാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ, ഇതിനു മുൻപ് കൊച്ചിയിൽ പുകച്ചു തീർന്ന ബാല്യങ്ങളെയും അറിയാതെ വഴിതെറ്റിപ്പോയവരെയും എല്ലാം ഓർത്ത് കണ്ണീർ പൊഴിക്കുകയല്ലാതെ രക്ഷയില്ല. 587 കിലോ കഞ്ചാവ്, 2.5 കിലോ MDMA, നൈട്രാസ്പാം ടാബ്ലറ്റ്, അതുപോലെ ബ്രൗൺ ഷുഗർ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് ബ്രഹ്മപുരത്ത് ഇന്ന് കത്തിയമർന്നത്. ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ലഭ്യമായ കേസിലെ ലഹരി വസ്തുക്കളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ കത്തിച്ചു കളഞ്ഞത്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് മിനിമോളാണ് ഇതിന് തിരികൊളുത്തിയത്. ലഹരി വസ്തുക്കൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തന്നെ ഇതിനായി തിരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്നു എന്ന് മാത്രമല്ല, അത് ഇത്രയും വലിയ രീതിയിലുണ്ടെന്നും അതെല്ലാം ഈ നാടിന് വലിയ ആപത്താണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അഗ്നിക്കിരയാക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഭീകരത ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആഭ്യന്തര വകുപ്പിൻ്റെ ജോലിയാണെന്ന് കാണിച്ചു തന്ന മന്ത്രി കൂടിയാണ് രമേശ് ചെന്നിത്തല. ഇത്രയും കാലം ഭരിച്ചിരുന്ന ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ലോഡ് കണക്കിന് പിടിക്കേണ്ടി വന്നതും ഇങ്ങനെ നശിപ്പിക്കേണ്ടി വന്നതും. കേരളത്തിലെ മഹാനടൻ മോഹൻലാൽ അടക്കമുള്ളവർ ഇതിന് നേതൃത്വം നൽകുകയും യുവാക്കളെ ഇത്തരം അപകടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും ലഹരിയുടെ വേരറുക്കും എന്നുള്ളതാണ്. ഇത് ഒരാഭ്യന്തരമന്ത്രിയുടെ മാത്രം കഴിവ് എന്നതിനപ്പുറം ഇതൊരു നാടിൻ്റെ പ്രാർത്ഥനയാണ് ഫലം കണ്ടിരിക്കുന്നത്. അങ്ങനെ പറയേണ്ടി വരും. പുകഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ ജീവനാണ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ആ ലഹരി വസ്തുക്കൾ ഇല്ലാതാക്കുന്ന ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം.